ജാഫറിനെ പോലത്തെ ഇവരെല്ലാവരും ഒരു വലിയ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആദ്യമായി അതിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി വന്ന മൗലാന അബുൽ കലാം ആസാദ് എന്നവർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ എന്ന മഹാരാജ്യം, ഈ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം അതിന്റെ ഉന്നതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമിട്ടത് എഡ്യൂക്കേഷൻ ആയിരുന്നു. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവനിക്ക് വിജയിക്കണമെങ്കിൽ ആദ്യമായി അവനിക്ക് വേണ്ടത് അറിവാണ്. എന്റെ സ്നേഹമുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കീഴിൽ കാണുന്ന പല അന്ന് ഈ സ്വാതന്ത്ര്യത്തിന് പോരാടിയ ആൾക്കാരുടെ ലക്ഷ്യത്തിൽ നിന്ന് എന്തോ ഒന്ന് വ്യതിലിച്ചുകൊണ്ട് അതിനേക്കുള്ള എല്ലാ റൂട്ടുകളും അതിൽ മാറ്റി നിർന്നുകൊണ്ട് ഇന്നത്തെ ഭരണാധികാരിമാർ നടക്കുന്ന സന്ദർഭത്തിൽ എന്റെ സ്നേഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എന്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിന് പകരം കൂടുതലും പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. ധാരാളം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രങ്ങൾ പഠിക്കാം. എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവൻ പോലും മരണം വരേക്കും സ്വാതന്ത്ര്യത്തിന്റെ പോരാടിയ ഒരു യുവാക്കളിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു ഷഫീഖുല്ലാ ഖാൻ എന്നുള്ള ഒരു യുവാവ്. അദ്ദേഹത്തിന്റെ ജീവിതം ആകെ സ്വാതന്ത്ര്യത്തിന് പോരാടിക്കൊണ്ട് അവസാനം വരേക്കും അദ്ദേഹത്തിന്റെ ജീവിതം പോലും സമർപ്പിച്ചത് ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടുന്നു പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് പോരാടിക്കൊണ്ട് ബ്രിട്ടീഷന്മാർ അദ്ദേഹത്തിന്റെ തടവിൽ കയറ്റി അവസാനം അദ്ദേഹത്തിന്റെ ഗൾശിക്ഷ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് കൂടി ഇവിടെ പറഞ്ഞത്. അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു മാത്രമല്ല ഒരു യുവാവും കൂടിയായിരുന്നു. ഇതിൽ നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ധാരാളം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നാം ഇന്ത്യയുടെ ഉന്നതിക്ക് വേണ്ടി, ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ പലതും പഠിക്കേണ്ടതുണ്ട്. പഠിച്ചുകൊണ്ട് നമ്മൾ അറിവിനെ കരസ്ഥമാക്കിക്കൊണ്ട് എല്ലാ നിയമങ്ങളും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന എന്താണോ പറയുന്നത് അത് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു നല്ല ഒരു ഇന്ത്യയുടെ ഉന്നതിക്ക് വേണ്ടി ഒരു പേര് പറ്റാൻ പറ്റുന്ന എല്ലാ നിലക്കുള്ള ആൾക്കാരായി തീരണമെന്നാണ് എനിക്കിവിടെ എന്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയുന്നില്ല. മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ എപ്പോഴും പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ, നിങ്ങളെ പടച്ചത് ഒരു ആണും പെണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചതെന്നാണ്. അവിടെ പറഞ്ഞു നിർത്തിയില്ല. എന്നിട്ട് നിങ്ങളെ നമ്മളാക്കിയത് ഒരു വിഭാഗം, ഒരു കബീല, ഒരു സമുദായം തന്നെ നിങ്ങളാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ലിതആറഫു എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്കറിയാം 2000 ചില്ലകളും പിന്നെ ഈ ഭാഷകളുള്ള ഈ രാജ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വ്യക്തിയാണെങ്കിലും, എത്ര ഉന്നതമായിട്ടുള്ള വ്യവസായ മനുഷ്യനാണെങ്കിലും, ചെറുപ്പക്കാരനാണെങ്കിലും എല്ലാവർക്കും നാം മഹത്വവൽക്കരിക്കണം. എല്ലാവരെയും ഒരേപോലെ കാണണം. അവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കരുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ലെങ്കിൽ പണക്കാരനെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനാണെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഒരേപോലെ ഒരേ കാഴ്ചപ്പാടിൽ ജീവിക്കണമെന്നാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട രീതിയിൽ എല്ലാ നിലക്കും നമുക്ക് സന്ദേശം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ നമുക്കും അവർക്കും മറ്റുള്ള എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് സ്വാഗതം അറിയുകയാണ്.